ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ഇൻ പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ചക്ക നന്നായി കുനുകുന അരിഞ്ഞെടുക്കുക. ഏകദേശം ഈ കാണിച്ചിരിക്കുന്ന പരുവത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി സ്റ്റവ് ഓണാക്കുക. ചക്ക വേവിക്കാനുള്ള പാത്രം നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ചക്ക വേവിക്കുന്നത്. ഇനി ആവശ്യത്തിനായിട്ടുള്ള ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് മൂടി കൊടുക്കുക. ഇനി നമുക്കിതിന് വേണ്ട അരപ്പുണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 3 മുളക് എടുക്കുക, പിന്നെ തേങ്ങ. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക, ഒരു ഞുള്ളു മതി. ഇനി ഒരു 4-5 കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കരിവേപ്പില ചക്കയിലിടാം, ഇല്ലെങ്കിൽ ഇതുപോലെ മിക്സിയിൽ അരപ്പിൽ നമുക്ക് കരിവേപ്പില ആഡ് ചെയ്യാം. ഇനി നമുക്ക് മിക്സിയിൽ തേങ്ങ, വെളുത്തുള്ളി, മുളക്, കരിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം, കുരുമുളക് ഇവയെല്ലാം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് കറക്കിയെടുത്താൽ മതി, നല്ലപോലെ അരയണമെന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതി. ഇത് നമ്മുടെ ചക്ക ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കാമേ. ഇനി ഉപ്പിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ലേശം ഇട്ട് കൊടുക്കുക. ഇതിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട ഇളക്കലാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് മാറ്റി വെക്കണം. സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തവിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കണം കേട്ടോ. ചക്ക വേവിച്ചതിന് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നന്നായി ഇളക്കുകയാണ്. ഇളക്കണം നന്നായിട്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഏറ്റവും എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കുക കേട്ടോ. നന്നായി ഇളക്കിയത് കൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. നന്നായി വേവിച്ച ശേഷം നന്നായി ഇളക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ചക്കേൻ്റെ കൂടെ ഇവിടെ ഞാൻ ചിക്കൻ കറിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മീൻ കറിയോ ബീഫ് കറിയോ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റിലൂടെ അറിയിക്കാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി പിന്നെ വരെ. ബൈ ബൈ.